Hi dears, welcome to a Dream BCom online class. Today we are discussing entrepreneurship, BCOS 185 entrepreneurship, Unit 11 mobilizing financial resources. ഒരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ എക്കോണമിയെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം, എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത് എന്ന് തിരഞ്ഞുകൊണ്ടേയിരിക്കണം. സെർച്ചിങ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ കൃത്യമായി കണ്ടുപിടിച്ച് അലോക്കേറ്റ് ചെയ്യണം. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, ആവശ്യമായ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുകയും കൂടെ ചെയ്താലേ റിസോഴ്സ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു ഓൺട്രപ്രണർക്ക് ആവശ്യമായ റിസോഴ്സസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ്: ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റിക്വയർമെൻ്റ് ആണ്. നമ്മൾക്ക് അസറ്റ്സ് വാങ്ങിയെടുക്കാനും സ്റ്റോക്ക് വാങ്ങാനും ലേബറേഴ്സിന് കൂലി കൊടുക്കാനും ബിൽഡിംഗ് വാങ്ങാനും ലീഗൽ റിക്വയർമെൻറ്റ്സിന് ഫീസ് അടയ്ക്കാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായി നമ്മൾക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അത് പല സോഴ്സുകളിൽ നിന്ന് പല രീതിയിലുള്ള ഫണ്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കൃത്യമായി ഉപയോഗിക്കാറുണ്ട്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ ആവശ്യമായിട്ട് വരും. പൈസയല്ലാത്ത ബാക്കിയുള്ള റിസോഴ്സുകളെല്ലാം നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ റിസോഴ്സസും നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസും കൃത്യമായി അറേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിനാൻസ്, നമ്മൾ ഇവിടെ നോക്കുന്നത് ഫിനാൻസിനെ കുറിച്ചാണ്. മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുൻപേയുള്ള യൂണിറ്റുകളിലും പറഞ്ഞു പോയതായിരിക്കും. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് കൊമേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഓഫ് ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാൻ ഏറ്റവും വേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിനാൻസ്. അതായത് ബ്ലഡ് ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തതുപോലെയാണ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഫിനാൻസ് ഇല്ലാതെ ഒരു ബിസിനസ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫിനാൻസ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ഫിനാൻസാണ് നമ്മൾക്ക് ആവശ്യം, എന്തിനു വേണ്ടിയൊക്കെയാണ് ഫിനാൻസ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ യൂണിറ്റിലെ ഡിസ്കഷൻ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫണ്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ടു ടൈപ്പ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ടു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ നീഡഡ് ഫോർ വർക്കിംഗ് ഫോർ എ ബിസിനസ്. ഒരു ബിസിനസ്സിന് അതിൻ്റെ നോർമൽ വർക്കിംഗ് ഡേയ്സിലും അതുപോലെ തന്നെ അതിൻ്റെ ഓവറാൾ റണ്ണിങ്ങിലും ആവശ്യമായി വരുന്ന ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ, ഈ ഫിനാൻസ് എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും. നമ്മൾക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആ ഫിനാൻസ് എലമെൻറ്റ് വരുന്നതാണ് ക്യാപിറ്റൽ. രണ്ട് ടൈപ്പ് ക്യാപിറ്റലാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത്: ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് നീഡഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ് ഓർ ഫോർ മേക്കിംഗ് ലോങ് ടേം ബെനിഫിറ്റ്സ് ഫോർ എ ബിസിനസ്. ഒരുപാട് വർഷത്തേക്ക് ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഫണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അത് നമ്മൾക്ക് നല്ല കോസ്റ്റ് വരുന്ന ക്യാപിറ്റലാണ്. ആ ഫണ്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലോങ് റൺ പർപ്പസിന് വേണ്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മൾ സ്ഥിരമായി ഒരു പ്രത്യേക രീതിയിലുള്ള അസറ്റ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഫിക്സഡായി ഡെപ്പോസിറ്റ് ചെയ്തതുപോലെയാണ്. ലോങ് ടേം യൂസേജിന് വേണ്ടി, ഇൻകം ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അത് നമ്മൾക്ക് ഓണേഴ്സ് ക്യാപിറ്റലായിട്ടോ ഡെപ്റ്റ് ക്യാപിറ്റലായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കളക്ട് ചെയ്തെടുക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്, നമ്മൾക്കത് ആവശ്യമായിട്ടുള്ള പീരിയഡ് എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡിനാണ്. നോർമലി 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾക്ക് വീണ്ടും അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത്. നോർമലി പർച്ചേസിങ് കറണ്ട് അസറ്റ്സ്, നമ്മൾക്ക് ബിസിനസ്സിന് ഒരു വർഷം കൊണ്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ്. ആ കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഫിനാൻസിങ് ആണ്.
അതിന് അത്യാവശ്യം കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായി വരും. ഇപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ ആണെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്ലസ് അതിൻ്റെ കൂടെ ഡിവിഡൻഡ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ റീപേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു വർഷത്തേക്ക്, അതായത് ഡേ ടു ഡേ ബിസിനസ് റൺ ചെയ്യാൻ നമ്മൾക്ക് ദൈനംദിനമായ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും ആ ബിസിനസ്സിൽ. അങ്ങനെയുള്ള ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഫണ്ട് റിക്വയർമെൻറ്റിൽ വരുന്നത്. ഇനി ഈ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ ഓരോ ബിസിനസ്സിൻ്റെ നാച്ചുറിനെയും സൈസിനെയും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. എന്നാൽ സർവീസ് റെൻഡറിങ് സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ നമുക്ക് മാനുഫാക്ചറിങ് കൺസേൺസിനെ അപേക്ഷിച്ച് നോക്കുന്ന അത്രയും ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ടി വരില്ല. കാരണം ഒരു ബിൽഡിങ്ങോ അത്യാവശ്യം ആ ബിൽഡിങ്ങിലേക്ക് വേണ്ട ഫർണിച്ചറുകളോ അത്യാവശ്യം ഓഫീസ് എക്യുപ്മെൻറ്റ്സോ അങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റീസൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾക്ക് അതിനാവശ്യമായി വരുന്നത് സർവീസ് റെൻഡറിങ് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ. എന്നാൽ മാനുഫാക്ചറിങ്ങിൽ അങ്ങനെയല്ല, നമ്മൾക്ക് ഫാക്ടറി ബിൽഡിങ്ങിനായിട്ടും അതിൻ്റെ ഉള്ളിലെ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയായിട്ടും ഒരുപാട് ഫിക്സഡ് ക്യാപിറ്റൽ എക്സ്പെൻസ് ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ക്യാപിറ്റലാണ് നമ്മൾക്ക് മെയിനായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടത്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി എവിടെ നിന്നൊക്കെയാണ് നമ്മൾക്ക് ഈ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത്? സോഴ്സസ് ഓഫ് ഫിനാൻസ് നമ്മൾ പറഞ്ഞു, പല രീതിയിലുള്ള ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്. അത് പല രീതിയിൽ നമ്മൾക്ക് റേസ് ചെയ്തെടുക്കാം. ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്റ്റ് ക്യാപിറ്റൽ, അതുപോലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സോഴ്സസ്? ഏറ്റവും ആദ്യമായി വരുന്നത് ഡ്യൂറേഷൻ ബേസിസിലാണ്. നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസിനെ പല ബേസുകളിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡ്യൂറേഷൻ ബേസിസിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ദർ മേ ബി 3 ടൈപ്പ് ഓഫ് സോഴ്സസ്. അതായത് ഷോർട്ട് ടേം ഫിനാൻസിനുള്ള സോഴ്സുകൾ, മീഡിയം ടേം ഫിനാൻസിനുള്ള സോഴ്സുകൾ, ലോങ് ടേം ഫിനാൻസിനുള്ള സോഴ്സുകൾ. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ മാക്സിമം 1 ഇയർ അത്രയും നമ്മൾക്ക് ആ ഫണ്ട് ആവശ്യമായി വരുന്നുള്ളൂ. അതിനുള്ളിൽ നമ്മൾ തിരിച്ചടച്ചിരിക്കും. അങ്ങനെ ഹ്രസ്വ കാലാവധിക്ക് വേണ്ടി നമ്മൾ റേസ് ചെയ്തെടുക്കുന്ന ഫണ്ട്, അതിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ്, ബാങ്കുകൾ, ഒരു വർഷത്തേക്കൊക്കെയുള്ള ചെറിയ ചെറിയ ലോണുകളൊക്കെ നമ്മൾ എടുക്കാം. പിന്നെ കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, ഫാക്ടറിങ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ രീതികളിലൂടെയാണ് ഷോർട്ട് ടേം ഫിനാൻസ് നമ്മൾ റേസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സീസണൽ ബിസിനസ്സൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ഷോർട്ട് ടേം ഫണ്ടായിരിക്കും ആവശ്യം വരിക. കാരണം ഒരു വർഷത്തിനുള്ളിൽ, ഇപ്പോൾ അഗ്രികൾച്ചറൽ പർപ്പസിനാണെങ്കിൽ ചില ക്രോപ്പുകളൊക്കെ 1 ഇയറിനുള്ളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ അഗ്രികൾച്ചറിൽ ആ കൃഷി ഇറക്കുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങുന്നു, വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഏണിങ്സ് കൊണ്ട് ആ ലോണ് തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ചാണ് ഏത് ടേം പീരിയഡുള്ള ഫിനാൻസ് ആണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി സീസണൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലാണ് ഷോർട്ട് ടേം ഫിനാൻസ് ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡ്യൂറേഷൻ ഈസ് അപ് ടു 1 ഇയർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ടേം ഫിനാൻസുകളാണ്. മീഡിയം ടേം ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ, നമ്മൾ ആ പൈസ കളക്ട് ചെയ്യുന്നത് ഒന്നുകിൽ 1 വർഷത്തിൽ കൂടുതലും 3 വർഷവും. നോർമൽ പീരിയഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അത് ചില കേസുകളിൽ 5 വർഷം വരെയും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ മീഡിയം ടേം ലോണൊക്കെ അനുവദിക്കുന്ന ബാങ്കുകൾ സാധാരണ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 വർഷത്തിൽ കൂടുതലും 3 വർഷത്തിൽ കുറവും, മാക്സിമം 3 ഇയർ എന്നുള്ളതാണ്. ചില കേസുകളിൽ അത് 5 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ മീഡിയം ടേം ലോണുകൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് ലോൺ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ്, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസിങ്. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം നമ്മൾക്ക് ഫിനാൻസ് കളക്ട് ചെയ്യാനുള്ള ഉറവിടങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 3 കാറ്റഗറി ആക്കി തിരിച്ചു, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. പക്ഷേ അത് മൊത്തം നമ്മുടെ ഫിനാൻസ് സോഴ്സുകളാണ്. അപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ കാലാവധി ആലോചിക്കുക, 1 വർഷം ടു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയാണ് ലോങ് ടേം ഫിനാൻസ്. ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 5 ഇയേഴ്സ്.
നമ്മളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ കൂടുതൽ കാലാവധിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലോങ് ടേം ഫിനാൻഷ്യൽ സോഴ്സുകൾ. അതിൽ പ്രധാനമായും വരുന്നത് ലോൺ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ ഫണ്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ബോറോവിങ്സ് നമ്മൾ കൃത്യമായി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോണുകൾ എടുക്കും, കടം വാങ്ങിക്കും, അതിന് കൃത്യമായി പലിശ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരുപാട് കാലം നമ്മൾക്കത് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. ചിലതൊക്കെ 20 വർഷം വരെയൊക്കെ ലോണിൻ്റെ കാലാവധിയുള്ള ലോണുകളുണ്ട്. അപ്പോൾ ബേസിസിൽ നമ്മൾ ഏത് ബേസിസാണ് പറഞ്ഞത്? ഡ്യൂറേഷൻ ബേസിസിൽ, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ദെൻ രണ്ടാമത്തെ ബേസിസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ബേസിസിലാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ആരാണ് ആ ഫിനാൻസിൻ്റെ ഉടമസ്ഥന്മാർ? അപ്പോൾ നമ്മൾ ആ ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത്, ആർക്കാണ് അതിൻ്റെ ഇക്വിറ്റി വരുന്നത്? 2 കാറ്റഗറിയാണ് വരുന്നത്, ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് ആരാണോ അവർക്ക് അവകാശപ്പെട്ട ഫണ്ട്, അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവർക്ക് അർഹതയുള്ള ഫണ്ടാണ് ഈ ഓണേഴ്സ് ഫണ്ട്. നമ്മൾ അതിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്നുകൂടി പറയാറുണ്ട്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അവർ ഷെയർ ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ലാഭം ആ ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അവരെ ഡിവിഡൻഡായി എടുത്തുകൊണ്ട് പോവാതെ സർപ്ലസ് ആയി വരുന്ന ഫണ്ട് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടായിരിക്കും. ദെൻ അവരുടെ പേഴ്സണൽ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇക്വിറ്റി ക്യാപിറ്റൽ, ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓണേഴ്സ് ഫണ്ടിൽ നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലോ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ, സോൾ പ്രൊപ്രൈറ്ററും പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ക്യാപിറ്റൽ അവർ ഡയറക്റ്റായി ഒരു ഹോൾസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോരുത്തർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആണ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഓണേഴ്സ് ഫണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഓണേഴ്സ് ഫണ്ടിൻ്റെ ഭാഗമായി വരുന്നത് പേഴ്സണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ്. നമ്മൾ പറഞ്ഞല്ലോ ബിസിനസ്സിൽ സർപ്ലസ് ആയി ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓണേഴ്സ് വിത്ഡ്രോ ചെയ്യാതെ എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക. ആ എമൗണ്ടാണ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ വരുന്നത്. പിന്നെ ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള അടുത്ത കാറ്റഗറി ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ബോറോവ്ഡ് ഫണ്ടാണ്. ബോറോവ്ഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ, നമ്മൾ കടം വാങ്ങിക്കുന്ന ക്യാപിറ്റൽ. ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന്, ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കടം വാങ്ങിക്കുന്നു. പിന്നെ ഡിബഞ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ പേരിൽ നമ്മൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യും, എന്നിട്ട് ആളുകളിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യും. അപ്പോൾ ലോങ് ടേം പർപ്പസിന് വേണ്ടിയാണ് മിക്കവാറും ബോറോഡ് ഫണ്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ പുറത്ത് നിന്നുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കുന്നു, കടം വാങ്ങിക്കുന്നു. അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വാങ്ങിക്കാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യാം, എന്നിട്ട് പൈസ കളക്ട് ചെയ്യാം. ബോറോയിങ്സ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നമുക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിക്കാം. പബ്ലിക് ഡെപ്പോസിറ്റ്, പൊതുജനങ്ങളിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് നമ്മൾക്ക് കളക്ട് ചെയ്യാം. പിന്നെ ലീസ് ഫിനാൻസിങ്, നമ്മൾ ഏതെങ്കിലും അസറ്റൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന സമയത്തൊക്കെ 4 വർഷത്തേക്കോ 5 വർഷത്തേക്കോ പാട്ടത്തിനെടുക്കുക എന്ന് പറയും. അതായത് വളരെ പെട്ടെന്ന് മോഡൽ മാറുന്ന ഹൈ കോസ്റ്റുള്ള മെഷീനറി എന്നാകുമ്പോൾ ചിലപ്പോൾ ചെറിയ സ്ഥാപനങ്ങൾക്ക് അത് സ്വന്തമായി വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. വാങ്ങിച്ചാൽ തന്നെ അത് വളരെ വേഗം ഒബ്സലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുക, ലീസിന് എടുക്കുകയാണ് ചെയ്യുക. ഓരോ വർഷവും റെൻ്റായിട്ട് നമ്മൾ അതിനിങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കും. ആ രീതിയിൽ അങ്ങനെ ലീസ് ഫിനാൻസിങ്ങും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു നിന്നുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തെടുക്കുന്നു. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഏതാ, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സസ്, ജനറേഷൻ ഓഫ് ഫണ്ട്. നമ്മൾ എങ്ങനെയാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഫണ്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്, ബിസിനസ്സിനുള്ളിൽ നിന്നാണോ ബിസിനസ്സിന് പുറത്ത് നിന്നാണോ മറ്റ് സോഴ്സുകളിൽ നിന്നാണോ എന്നൊക്കെയുള്ള
ബേസിസിൽ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻറ്റേർണൽ സോഴ്സ്, എക്സ്റ്റേർണൽ സോഴ്സ് ആൻഡ് അതർ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ വിത്തിൻ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ നിന്ന് തന്നെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളുടെ ഉടമസ്ഥന്മാർ തന്നെ ഉണ്ടല്ലോ, അത് പലതരത്തിൽ നമ്മൾക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സും. ബിസിനസ്സിൽ നിന്ന് ഉള്ളിലുണ്ടായ ലാഭം ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ 2 രീതിയിൽ ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും. ഇനി ഔട്ട്സൈഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേർണൽ സോഴ്സുകളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാം, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാം അല്ലെങ്കിൽ ഫണ്ടുകൾ വാങ്ങിക്കാം, പബ്ലിക് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്സ്യൽ പേപ്പർ, ട്രേഡ് ക്രെഡിറ്റ്. അങ്ങനെ എക്സ്റ്റേർണൽ സോഴ്സുകളിൽ നിന്ന് ഫാക്ടറിങ്ങും എല്ലാം അതിൽ വരും. എക്സ്റ്റേർണൽ സോഴ്സുകളിൽ നിന്ന് നമ്മൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ 3ാമതായി വേറൊരു സോഴ്സ് കൂടെ പറയുന്നുണ്ട്, അതർ സോഴ്സസ്. അതർ സോഴ്സസ് എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, ക്രൗഡ് ഫണ്ടിങ്, ഡെഫേർഡ് ഇൻകം. നമ്മൾ ഇതൊക്കെ ഇതിന് മുന്നേ പഠിച്ചതാണ് ഫസ്റ്റിൽ ഫിനാൻസിനെ പറ്റി പറയുന്ന കാര്യത്തിൽ. ഇപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്താണ്, സ്ഥിരമായി വരുമാനമുള്ള ചില ആളുകൾ പുതിയതായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് മുതൽ കൊടുക്കും. അപ്പോൾ അവർക്ക് കൃത്യമായി ഐഡിയയെക്കുറിച്ചൊക്കെ ഒരു ഉറപ്പ് കിട്ടണം. നമ്മുടെ ബിസിനസ് സക്സസ് ആവുന്നതാണോ, അത് അത്രയും പ്രോമിസിങ് ഐഡിയ ആണോ എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാവും. ആളുകളുടെ നോഹൗ, അവരുടെ ആ ഒരു ഐഡിയയെ ബേസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഡെഫേർഡ് ഇൻകം. ആ രീതിയിലെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം, അതർ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഏത് സോഴ്സിൽ നിന്നായാലും, ഇപ്പോൾ നമ്മളിവിടെ കുറേ സോഴ്സുകൾ പറഞ്ഞു, ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേർണൽ ആണെങ്കിലും ഓണറുടെ ഫണ്ട് ആണെങ്കിലും ഡെപ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിലും എത്ര കാലാവധിക്ക് വേണ്ടിയാണെങ്കിലും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെ ഓപ്പറേഷൻസ് കൃത്യമായി പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമ്മളിപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കി. ഇനി അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഈ സോഴ്സുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിന് ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ ഏറ്റവും ആദ്യമായി നമ്മൾ പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കസ്റ്റമറുടെ, അതായത് ഒരു ട്രേഡർ, ആ ട്രേഡറുടെ ഒരു കസ്റ്റമർ ചിലപ്പോൾ വേറൊരു ട്രേഡർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ 2 ട്രേഡേഴ്സിനിടയിൽ നടക്കുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ട്രേഡ് ക്രെഡിറ്റ്. അതായത് നമ്മളുടെ ബയർ നമ്മൾക്ക് അത്രയും വിശ്വസ്തനാണെങ്കിൽ, അയാളുടെ ടേംസ് എല്ലാം അത്രയും റിലയബിൾ ആണ്, അത്ര നല്ല കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നമ്മൾ മാക്സിമം ഒരു വർഷത്തേക്ക് ഷോർട്ട് ടേം ഫണ്ടായിട്ടാണ് അലവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് which is generally extended by one trader to another for various goods and services in their business. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ബിസിനസ്സിൽ അതിൽ വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഒരു ട്രേഡർ വേറൊരു ട്രേഡർക്ക് അനുവദിച്ച് നൽകുന്ന ക്രെഡിറ്റാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴൊക്കെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, എന്തിനൊക്കെ വേണ്ടിയാണ് സൗകര്യപ്പെടുന്നത്? പർച്ചേസ് ഓഫ് സപ്ലൈസ്, ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ടു ദ വെൻഡർ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓഫർ ടു ദോസ് കസ്റ്റമേഴ്സ്. നമ്മൾ പറഞ്ഞു ഗുഡ് ഇമേജ് ഉള്ള കസ്റ്റമേഴ്സിനാണ് ട്രേഡ് ക്രെഡിറ്റ് അനുവദിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും ഷോർട്ട് പീരിയഡിന് വേണ്ടിയാണ് അനുവദിച്ചു കൊടുക്കുക. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ഈസി അവൈലബിലിറ്റി ആണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഗുഡ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ട്രേഡ് ക്രെഡിറ്റ്സ് ആർ ആൾസോ ഫ്ലെക്സിബിൾ ഇൻ നാച്ചർ. കാരണം അവർക്കിടയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അവർ പരസ്പരം എഗ്രി ചെയ്യുന്നത് പോലെയാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ കൃത്യമായി ഫിക്സ് ചെയ്യുന്നത്. പിന്നെ സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ് മേ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ഇൻക്രീസ് ദ സെയിൽ ഓഫ് ദ സെല്ലർ. അപ്പോൾ ആ 2 ട്രേഡേഴ്സിനിടയിൽ നടക്കുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ട്രേഡ് ക്രെഡിറ്റ്. പിന്നെ വരുന്നത് ഏതാ?
ട്രേഡ് ക്രെഡിറ്റ് കഴിഞ്ഞാൽ ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ല ചെയ്യുന്നത്, സർവീസാണ്, ഫിനാൻഷ്യൽ സർവീസാണ്. നമ്മളുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി അദ്ദേഹം നടത്തേണ്ട ചില കാര്യങ്ങൾ മറ്റ് സർവീസ് ഏജൻസികൾ ചെയ്തു കൊടുക്കുന്നു. ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ആവും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. അതായത് നമ്മളുടെ കമ്പനിക്ക് വേണ്ടി അവർ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യും, ക്യാഷ് കളക്ട് ചെയ്യും. അങ്ങനെ ഫിനാൻഷ്യൽ സർവീസുകൾ നമ്മളുടെ ക്ലയൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുക. ആ സർവീസാണ് ഫാക്ടറിങ്ങിൽ വരുന്നത്. അത് 2 രീതിയിൽ ചെയ്യാം. മെത്തേഡ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് റീകോഴ്സ് മെത്തേഡിലും ചെയ്യാം, നോൺ റീകോഴ്സ് മെത്തേഡിലും ചെയ്യാം. ഫാക്ടറിങ് നടത്തുന്ന സമയത്ത് ഫാക്ടേഴ്സ് വിത്ത് റീകോഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വിത്ത് നോൺ റീകോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. റീകോഴ്സ് ഫാക്ടറിങ് മെത്തേഡ് ആണെങ്കിൽ ദ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ഗിവൺ ടു ദ ക്ലയൻറ്റ് എഗെയിൻസ്റ്റ് എനി റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന് വേണ്ടി യാതൊരു തരത്തിലും പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പൈസ നമ്മൾ പിരിച്ചു കൊടുക്കുമെന്നല്ലാതെ അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനുണ്ടാകുന്ന നഷ്ടം നമ്മൾക്കറിയില്ല. അതായത് ഒരു ഫിനാൻഷ്യൽ ഏജൻസി അവരുടെ ഒരു കസ്റ്റമർക്ക് കിട്ടാനുള്ള പൈസ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ചിലപ്പോൾ അവർ കൊടുക്കുന്നില്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാഡ് ഡെപ്റ്റ് യാതൊരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകോഴ്സ് ഫാക്ടറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ബാഡ് ഡെപ്റ്റിനും കൂടെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ, അതായത് നോൺ റീകോഴ്സ് മെത്തേഡ് ഓഫ് ഫാക്ടറിങ്ങിലാണെങ്കിൽ എൻറ്റയർ റിസ്ക് ഓഫ് ക്രെഡിറ്റ് ഈസ് അസ്യൂംഡ് ബൈ ദ ഫാക്ടർ. അത് പിരിച്ചെടുത്ത് കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഇവർ നമ്മുടെ ക്ലയൻറ്റിന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബാഡ് ഡെപ്റ്റിൻ്റെ കാര്യമൊന്നും നമ്മുടെ ക്ലയൻറ്റിന് അറിയേണ്ട ആവശ്യമില്ല. അതെല്ലാം ഫാക്ടർ നോക്കും. അപ്പോൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ബാങ്കുകളോ അങ്ങനെയുള്ള, ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ദർ ആർ സം ഓർഗനൈസേഷൻസ് ലൈക്ക് ക്യാൻ ബാങ്ക് ഫാക്ടേഴ്സ് ലിമിറ്റഡ്. അങ്ങനെ അവർ ഒരു സ്ഥാപനമായിട്ട് അവർ ഈ ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ SBI ഫാക്ടേഴ്സ് ആൻഡ് കൊമേഴ്സ്യൽ സർവീസസ് ലിമിറ്റഡ്, ഇവരെല്ലാം ഫാക്ടറിങ് ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് സൗകര്യമാണ്, കാരണം ഒബ്റ്റെയിനിങ് ഫണ്ട് ത്രൂ ഫാക്ടറിങ് ഈസ് ഈസി. അവർ കളക്ട് ചെയ്ത് നമ്മൾക്കൊരു റിസ്ക്കും അറിയേണ്ട, അവർ ക്ലയൻറ്റിന് വേണ്ടി കളക്ട് ചെയ്യും. ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് റീകോഴ്സിലും നോൺ റീകോഴ്സും ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്, നോൺ റീകോഴ്സ് ആണെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് പോലും ക്ലയൻറ്റ് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഫാക്ടറിങ്ങിലാണെങ്കിൽ ക്യാഷ് ഫ്ലോ ക്യാൻ ബി മെയിൻറ്റൈൻഡ് എഫക്റ്റീവ്ലി. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫണ്ട് കിട്ടും. അല്ലാതെ എപ്പോഴാണോ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ക്ലയൻറ്റ് വുഡ് ബി ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് റിസ്ക് റിലേറ്റിംഗ് ടു ബാഡ് ഡെപ്റ്റ്. നോൺ റീകോഴ്സ് മെത്തേഡ് ആണെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് പോലും നമ്മൾ അറിയേണ്ടി വരില്ല. അവർ നമുക്ക് ചെയ്തു തരുന്ന ഫിനാൻഷ്യൽ സർവീസിന് എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടിയും നമ്മുടെ ക്ലയൻറ്റിന് റിസ്ക് ഇല്ലാത്ത ഒരു ഷോർട്ട് ടേം ഫണ്ട് ഫിനാൻസിങ് മെത്തേഡാണ് ഫാക്ടറിങ്. പിന്നെ വരുന്നത് കൊമേഴ്സ്യൽ പേപ്പറുകളാണ്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് ബിറ്റ്വീൻ ട്രേഡേഴ്സ്, ഫാക്ടറിങ്, ഫിനാൻഷ്യൽ സർവീസ് ബൈ എൻ ഏജൻസി. ദെൻ അടുത്തത് കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആണ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ആണ്. നമ്മൾക്ക് സെക്യൂരിറ്റി ഇല്ല, അൺസെക്യൂർഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ട്സ്. അതെങ്ങനെയാണ്? റേസ് ഫണ്ട്സ് ഫോർ എ ഷോർട്ട് പീരിയഡ്. അതിന് കാലാവധിയുണ്ട്. 90 ദിവസം മുതൽ 364 ദിവസം വരെയാണ് കാലാവധി. ഒരു വർഷം തികയ്ക്കാൻ പാടില്ല, 364 ദിവസം വരെ. അതായത് മിനിമം 3 months, മാക്സിമം 1 ഇയറിലേക്ക് ഒരു ദിവസം കുറവ്. 98 364. അങ്ങനെ പ്രോമിസറി നോട്ടല്ല, നോൺ സെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ആണ്. സെക്യൂരിറ്റി ഇല്ല. ദീസ് ആർ ഇഷ്യൂഡ് ബൈ പ്രൈമറി ഡീലേഴ്സ്. പ്രൈമറി ഡീലേഴ്സാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ചില ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരും ഇഷ്യൂ ചെയ്യാറുണ്ട്. നമ്മുടെ ബിസിനസ്സുകാർക്ക് വളരെ എളുപ്പത്തിൽ ലാർജ് എമൗണ്ട് ഷോർട്ട് പീരിയഡിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് കൊമേഴ്സ്യൽ പേപ്പർ. അത് ജനറലി ഇഷ്യൂഡ് ഓൺ അൺസെക്യൂർഡ് ബേസിസിലാണ്. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതൊക്കെ നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ അവരുടെ ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് എക്സസ് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൊമേഴ്സ്യൽ പേപ്പേഴ്സിൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താം. ദെൻ ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി. കൊമേഴ്സ്യൽ പേപ്പറിൽ വളരെ ഫ്ലെക്സിബിളായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ദെൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഫിനാൻഷ്യലി ഹൈ റേറ്റിംഗ് ഉള്ള ഓർഗനൈസേഷൻസിന് മാത്രമേ ഈ മെത്തേഡിൽ ഗുഡ് ക്രെഡിറ്റ് റെക്കോർഡ്സും ഒക്കെ ഉള്ളവർക്ക് ഇത് കൊമേഴ്സ്യൽ പേപ്പറിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞു ലാർജ് എമൗണ്ട് ഫോർ എ ഷോർട്ട് പീരിയഡാണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും കൊമേഴ്സ്യൽ പേപ്പറിലൂടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ജസ്റ്റ് ഫോർ ഓൺലി ഷോർട്ട് ടേം ഫിനാൻസിങ്. ലോങ് ടേം ഫിനാൻസിങ്ങിന് എന്തില്ല, കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ ഹെൽപ്പില്ല. അപ്പോൾ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാം അതൊരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ പ്രൈമറി ഡീലേഴ്സ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 90 ദിവസം മുതൽ 364 ദിവസം വരെ. ദെൻ അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് നാലാമത്തേത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, ഇഷ്യൂഡ് അണ്ടർ കോമൺ സീൽ ഓഫ് എ കമ്പനി അക്നോളജിങ് ഡെപ്റ്റ് ടു ദ ഹോൾഡർ. കമ്പനിയുടെ അഡ്രസ്സിൽ സീല് വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. അതിൻ്റെ ഹോൾഡർ ഇത്ര രൂപ ഇത്ര ശതമാനം പലിശയോടുകൂടി, അതായത് ആ ഹോൾഡർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. 5 വർഷം കഴിഞ്ഞ് അയാൾ ആ ഡോക്യുമെൻറ്റും കൊണ്ട് വരുമ്പോൾ 5 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള പൈസയും അതിനൊപ്പമുള്ള പലിശയും നമ്മുടെ കമ്പനി അയാൾക്ക് കൊടുക്കണം. കാരണം അവരിൽ നിന്ന് നമ്മൾ കടം വാങ്ങിച്ച പൈസയാണ്. ആ കടത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ് ഡിബഞ്ചർ. ഡിബഞ്ചറിന് കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഡെപ്റ്റ് ക്യാപിറ്റലാണ്. നമ്മൾക്കത് മീഡിയം ടേം ഫിനാൻസിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇത് പലരും പ്രിഫർ ചെയ്യാറുണ്ട്, കാരണം ഫിക്സഡ് ഇൻകം ആണ്, ലെസ് റിസ്കിലാണ്. അതായത് നമ്മൾക്ക് അത്രയൊന്നും റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് ക്യാഷ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഡിബഞ്ചറിൽ. എന്തായാലും കാലാവധി കഴിഞ്ഞാൽ കടവും പലിശയും നമ്മൾക്ക് തിരിച്ചു കിട്ടും. പിന്നെ ചില കമ്പനികൾ ഡിബഞ്ചേഴ്സിലൂടെ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള കാരണം കൺട്രോൾ ഷെയർ ചെയ്ത് പോവില്ല. അതായത് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സായിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് പൈസ കിട്ടുകയും ചെയ്യും, അവർക്ക് ഇവിടെ ഉടമസ്ഥാവകാശമൊന്നും കിട്ടില്ല. കാലാവധി കഴിയുമ്പോൾ നമ്മൾ ആ കടം തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഡെപ്റ്റ് ക്യാപിറ്റലിന് നല്ലൊരു ഓപ്ഷനാണ് ഡിബഞ്ചർ. പിന്നെ വരുന്നത് ഏതാ, പേഴ്സണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്. പേഴ്സണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്ന വ്യക്തികൾക്ക് ആദ്യം തന്നെ ഒന്നും ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ലെസ് കോസ്റ്റിൽ നമ്മൾക്ക് റേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഴ്സ് ഓഫ് ഫണ്ടാണ് പേഴ്സണൽ സോഴ്സ്. നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മുടെ കയ്യിലോ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സിനോട് മറുപടി പറയേണ്ടാത്ത പൈസയാണ്. നമ്മുടെ സംരംഭത്തിന് വേണ്ടി നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ലീസ്റ്റ് എക്സ്പെൻസീവാണ്. പക്ഷേ കയ്യിൽ പൈസയുള്ള ആളുകൾക്ക് മാത്രമേ പേഴ്സണൽ സോഴ്സിൽ നിന്ന് ഹ്യൂജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അടുത്ത സോഴ്സായിട്ട് വരുന്നത് ആറാമത്തേത് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനീസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾക്ക് ആവശ്യമായി വരും. അപ്പോൾ അത്രയും ഫണ്ട് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഡിവൈഡിങ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു സ്മാളർ യൂണിറ്റ്സ്. ചെറിയ ചെറിയ ഫേസ് വാല്യൂ ഉള്ള ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് ഇഷ്യൂ ചെയ്യും. ചിലപ്പോൾ സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾക്കിടയിലാവും ഇഷ്യൂ ചെയ്യുന്നത്, ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കും ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1,00,000 രൂപ. ആ 1,00,000 രൂപ നമ്മുടെ ഇയാളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ 100 രൂപയുടെ 1000 ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഷെയറിന് നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി, 100 രൂപ. 100 അറ്റ് അതായത് ടോട്ടൽ 1000 നമ്പർ ആണെങ്കിൽ അറ്റ് ദ റേറ്റ് ഓഫ് ₹100, 1000 ഷെയർസും 100 റുപ്പീസും വെച്ച് നമ്മൾക്ക് 1 lakh കളക്ട് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന ആ ചെറിയ ഒരു യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഷെയർ. അതായത് 100 രൂപയുടെ ഒരു ഷെയർ, അങ്ങനത്തെ 1000 ഷെയർ. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന രീതിയിൽ 3 മെത്തേഡാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ റിസ്ക് ടേക്കേഴ്സാണ്. ബിസിനസ്സിൽ ലാഭമുണ്ടെങ്കിൽ ലാഭവിഹിതം കിട്ടും.
നഷ്ടം മുഴുവനും നമ്മൾ സഹിക്കുകയും വേണം. ബിസിനസ് അടച്ചു പൂട്ടുന്ന സമയത്ത് ആ കമ്പനിക്കുള്ള നഷ്ടമൊക്കെ ഉത്തരം പറയേണ്ട യഥാർത്ഥ ഉടമസ്ഥന്മാരാണ് ഇക്വിറ്റി ഷെയർസ്. അതിൻ്റെ നോമിനൽ വാല്യൂ വളരെ ചെറുതായിരിക്കും, പക്ഷേ ഏറ്റവും റിസ്ക് ഉള്ളതും ഏറ്റവും റിട്ടേൺ പോസിബിലിറ്റി ഉള്ളതുമാണ് ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയർ പറയുമ്പോൾ അങ്ങനെയല്ല, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ്. എത്ര ലാഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ നിശ്ചിത ശതമാനം ഡിവിഡൻഡ് അവർക്ക് കൊടുക്കണം. 8% ഒക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ഇവർക്ക് 8% അവരുടെ ഹോൾഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ആ നിശ്ചിത ശതമാനം എന്തായാലും ഡിവിഡൻഡ് കൊടുക്കേണ്ടവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അത്ര നമുക്ക് റിയൽ ഓണേഴ്സിന് പറയാൻ പറ്റില്ല. അവർ ജസ്റ്റ് ലൈക്ക് ഔട്ട്സൈഡേഴ്സിനെ പോലെ തന്നെയാണ്. ആക്ച്വലി ഷെയർ ഹോൾഡറാണ്, എങ്കിൽ കൂടിയും അവർക്ക് കൂടുതൽ ലാഭമുണ്ടായി എന്ന് വിചാരിച്ച് അവർക്ക് കൂടുതൽ കിട്ടില്ല. ഈ ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമേ കിട്ടൂ. ഇക്വിറ്റിക്കാർക്ക് അങ്ങനെയല്ല, കുറച്ചേ ഉള്ളൂ എങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. ഒരുപാട് ലാഭം ഉണ്ടെങ്കിൽ ഹ്യൂജ് ഷെയർ കിട്ടും. ടോട്ടൽ ഫണ്ട്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് അത്രയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. ദെൻ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനി ആയിരിക്കും, പ്രീവിയസ്ലി അൺലിസ്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഷെയർ ക്യാപിറ്റൽ പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യാൻ റെഡിയാകുന്നു, പൊതുജനങ്ങളിലേക്ക് ഓഫർ ചെയ്യുന്നു അവരുടെ ഷെയർസ്. ആ ഓഫറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ്. അവരുടെ ഷെയർസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് പബ്ലിക്കിന് ഓഫറിങ് തുടങ്ങുന്നു. അപ്പോൾ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ 6 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, കൊമേഴ്സ്യൽ പേപ്പർ, ഡിബഞ്ചർ, പേഴ്സണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ 3 എണ്ണം: ഇക്വിറ്റി ഷെയർ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. സോഴ്സസ് ഓഫ് ഫിനാൻസിൽ 7ാമത്തെ സോഴ്സാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. Retained earning means that portion of profit kept as a reserve for utilizing or reinvesting in the business itself. That means that portion of profit is not given for distribution for dividend. നമ്മൾ സാധാരണ ലാഭവിഹിതം കൊടുക്കാൻ വേണ്ടി നൽകാതെ നമ്മൾക്കുണ്ടായ മൊത്തം ലാഭത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെക്കും. എന്തിനു വേണ്ടിയാണ്? റീഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാതെ കിട്ടിയ ലാഭം മുഴുവൻ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കാതെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. അതായത് നമ്മൾക്ക് പലപ്പോഴും ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിലും ന്യൂ ബിസിനസ് ആണെങ്കിലും നമുക്ക് പൈസയുടെ ആവശ്യം വരും. അപ്പോൾ ഇതൊരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്കോ ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം. കാരണം ഓണേഴ്സിന് അർഹമായ ഫണ്ട് തന്നെയാണത്. പക്ഷേ ഈ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഏജ്, സൈസ് ഓഫ് ബിസിനസ്, അതിന്റെ ഡ്യൂറേഷൻ, പിന്നെ നമ്മൾക്കുള്ള ലാഭത്തിന്റെ എമൗണ്ട് ആൻഡ് ദ പോളിസി ഓഫ് മാനേജ്മെന്റ്, ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ അവൈലബിലിറ്റി. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം കിട്ടുന്ന ലാഭം ഫുള്ളായിട്ട് ഡിവിഡൻഡായി ഡിവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനാണെങ്കിലും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ലാഭത്തിന്റെ വിഹിതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഓണേഴ്സിനെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഒന്നും ഇതിന് സമ്മതം ഉണ്ടാവില്ല. ആദ്യം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ലാഭം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അത് കൃത്യമായി ഒരു സാറ്റിസ്ഫാക്ടറി അഡ്മിഷൻ ആയിക്കൊള്ളണമെന്നില്ല. അവർ സമ്മതിക്കും, പക്ഷെ പലപ്പോഴും ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനുള്ള ഒരു എമൗണ്ട് ഉണ്ട്. ആ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പ് പറയാൻ പറ്റില്ല. ലാഭമുണ്ടെങ്കിൽ മാത്രമേ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാകും. അപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്, ലിമിറ്റേഷനും ഉണ്ട്. ഇന്റേണൽ സോഴ്സ് ആണ്, ഓണേഴ്സ് ഫണ്ടാണ്, അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഈ പ്രസൻസ് ഓഫ് ഡിസ്സാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ അൺസർട്ടനിറ്റിയും ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിലും വരും. ദെൻ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ, ബിസിനസ്സുകാരുടെ, നമ്മുടെ
ആരാണോ ഓൺട്രപ്രണർ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ ഒക്കെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ അവർക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് ഫണ്ട് അവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ ബിസിനസ്സിന്റെ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവില്ല. അവർക്ക് റിട്ടേൺ വേണമെന്ന് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ആ ഫണ്ട് നമ്മൾക്ക് കളക്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്ക് കൃത്യമായി പറഞ്ഞ രീതിയിലുള്ള, അപ്പൊ നമ്മൾ ഡിബഞ്ചറൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഡിബഞ്ചറിൽ ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് എഴുതി വാങ്ങിക്കുന്നു. ഇത് അങ്ങനെ ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നോ എമൗണ്ട് കളക്ട് ചെയ്യാം. ഇതിനുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് നിയമവശങ്ങളോ അല്ലെങ്കിൽ നമ്മളുമായി അത്രയും അറിയുന്ന ആളുകളായത് കാരണം അവരിൽ നിന്ന് ഫണ്ട് കിട്ടാനും എളുപ്പമാണ്. ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് കൃത്യമായി നമ്മുടെ അവസ്ഥകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഏതാ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫോർമലായി നമ്മൾ കടം വാങ്ങുന്ന സ്ഥാപനങ്ങൾ. അവര് ഇതിനായിട്ടിരിക്കുന്നവരായിരിക്കും, ഡെപ്റ്റ് ഫിനാൻസിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് സിഡ്ബി ഉണ്ട്. സിഡ്ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്മാൾ ബിസിനസ് ഓർഗനൈസേഷൻസിന്, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബോർഡാണ് സിഡ്ബി എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ചെറുകിട വ്യവസായങ്ങൾക്ക് ഫണ്ട് നൽകാൻ വേണ്ടിയുള്ളത്. പിന്നെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളുണ്ട്, SFCകൾ. അങ്ങനെ ഗവൺമെന്റ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബാങ്കുകൾ, ഇപ്പൊ ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടറിന് വേണ്ടി ലോങ് ടേം ഫിനാൻസ് ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന ബാങ്കുകൾ, അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾക്ക് ലോൺ എടുത്ത് ഉപയോഗിക്കാം. കാരണം ലോങ് ടേം ഫണ്ടൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. വാണിജ്യ ബാങ്കുകൾ എന്ന് തന്നെയാണ് അവരുടെ പേര് തന്നെ. അപ്പോൾ ബിസിനസ് സെക്ടറിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ആണ് അവർ നൽകുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി, നമ്മൾക്ക് കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ, കൃത്യമായി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ അവിടെയുള്ള ക്രെഡിറ്റ് ബാലൻസിനേക്കാൾ കൂടുതലായി നമ്മളെ വിഡ്രോ ചെയ്യാൻ അനുവദിക്കും. അങ്ങനെയുള്ള ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. പിന്നെ പല തരത്തിലുള്ള ലോണുകൾ, ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം, 3 ടൈപ്പ് ലോണും കൊമേഴ്സ്യൽ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ഒരു കസ്റ്റമറുടെ കയ്യിലുള്ള ടാഞ്ചിബിൾ അസറ്റ്സിനെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാരണ്ടിയെയോ ബേസ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ആയി ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കാണ്. ക്രെഡിറ്റ് ഈസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് ഓർ ഗ്യാരണ്ടി. നമ്മുടെ കസ്റ്റമറുടെ കയ്യിലുള്ള അസറ്റ്സിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ആ അസറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഫെസിലിറ്റി അനുവദിച്ചു കൊടുക്കുന്നു. പിന്നെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആണ്. ബില്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് ക്രെഡിറ്റ് സെയിൽസില് സെല്ലർ ഗുഡ്സ് വിറ്റു, ബയർ അത് വാങ്ങിച്ചു, ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പൊ സെല്ലർ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കും, ബയറുടെ അടുത്ത് നിന്ന് സൈന് വാങ്ങിക്കും. കാരണം നിങ്ങൾ എനിക്ക് ഇത്രയും രൂപ നൽകാനുണ്ട്, ഏത് ഡേറ്റിനാണ് തരുന്നത്, അതെല്ലാം കൃത്യമായി എഴുതും. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇവർ ഈ പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിക്കാണ് സെല്ലർക്ക് പൈസ കിട്ടാനുള്ള ചാൻസ്. പക്ഷേ ക്യാഷ് കിട്ടുമെന്ന് ഉറപ്പാണ്, കാരണം ക്രെഡിറ്റ് സെയിൽസ് ഗുഡ്സ് വിറ്റതാണ്. അപ്പൊ ഈ ബില്ല് അദ്ദേഹത്തിന്റെ ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, സെല്ലറുടെ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ബില്ലാണെങ്കിൽ അതിന് കുറച്ച് എമൗണ്ട് താഴ്ത്തിയിട്ട്, ബില്ല് എമൗണ്ട് ഫുള്ള് കൊടുക്കില്ല, കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് പേയ്മെന്റ് കൊടുക്കും. പിന്നീട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബാങ്കിലേക്ക് ക്യാഷ് അടച്ചാൽ മതി, അല്ലെങ്കിൽ സെല്ലർ ആ പേയ്മെന്റ് സെറ്റിൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസിലൂടെ നമ്മൾക്ക് കൊമേഴ്സ്യൽ ബാങ്ക്സ് സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ നോൺ ഫണ്ട് മെക്കാനിസം ആണ്. ഇവിടെ നമുക്ക് ക്യാഷ് അല്ല തരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു കസ്റ്റമർ, നമ്മളൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കാം, നമ്മളുടെ ഒരു കസ്റ്റമർ വേറൊരാളിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ കസ്റ്റമർ തന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു, അദ്ദേഹം പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്റർ, ഒരു നോൺ ഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമർ അത്രയും സ്ട്രോങ് ആണ്, അയാൾക്ക് ഇത് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ബാങ്ക് ഉറപ്പ് നൽകുന്നു.
ആ രീതിയിൽ നമ്മൾക്ക് ഫണ്ട് കളക്ട് ചെയ്തെടുക്കാം. വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ വരുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്. ഓരോ മെത്തേഡിനും ഇപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനും ഒക്കെ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യാം. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഷോർട്ട് ടേം ആയിട്ടോ ലോങ് ടേം ആയിട്ടോ ഫിക്സഡ് പീരിയഡിന് വേണ്ടി നമ്മൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാം ഡെപ്പോസിറ്റ് ആയിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം എൻഷുർ ചെയ്യണം, ബാങ്കുകൾ നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ റേറ്റിൽ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റിങ്ങും ഇവരുടെ ഇടപാടുകളും എല്ലാം RBIയുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിലായിരിക്കും. അപ്പോൾ ലോങ് ടേം ഫണ്ടായിട്ടോ അല്ലെങ്കിൽ മീഡിയം ടേം ആയിട്ടോ ഒക്കെ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം, ഡെപ്പോസിറ്റ് ഉപയോഗിക്കാം. നോർമലി ഷോർട്ട് ആൻഡ് മീഡിയം ടേമിന് വേണ്ടിയാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യാറുള്ളത്. അവർക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യും. പിന്നെ വരുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലീസ് ഫിനാൻസിങ് ആണ്. ലീസ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു മുന്നേ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ലീസ് ഫിനാൻസിങ്. പെട്ടെന്ന് ഒബ്സൊലീറ്റ് ആകുന്ന അസറ്റ്സുകൾ പലപ്പോഴും നമ്മളുടെ ഓൺട്രപ്രണറിന് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം പുതിയൊരു സംരംഭം തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി കയ്യിലുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വാടക കൊടുത്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാം. റെന്റാണ് കൊടുക്കുന്നത്. ഒരു ഫിക്സഡ് പീരിയഡിന് ആ അസറ്റ്സ് ഉപയോഗിക്കാനുള്ള അവകാശം നമ്മൾ ലീസിലൂടെ നേടിയെടുക്കുന്നു. ആ രീതിയിൽ ഫിനാൻസിങ് അസിസ്റ്റൻസ് നടത്തുന്നു. ലെസ്സർ ആൻഡ് ലെസ്സി അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു എഗ്രിമെന്റ്, അതാണ് ലീസ് എഗ്രിമെന്റ്. പാട്ടത്തിന് എടുക്കുക എന്നിട്ട് നമ്മൾ പറയും. കാരണം നമുക്ക് ആ റെന്റ് മാത്രം കൊടുത്താൽ മതി. ആ മെഷീനറി നമുക്ക് അത്യാവശ്യമാണ്, പക്ഷെ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുമില്ല. ദെൻ അടുത്ത മെത്തേഡായി വരുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ടീമായിരിക്കും. പലപ്പോഴും പ്രൊഫഷണലി ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന ഓൺട്രപ്രണേഴ്സിന്റെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ഓർഗനൈസേഷനായി വർക്ക് ചെയ്യുന്നതായിരിക്കും. എ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. അവര് നമ്മളുടെ ഐഡിയാസ്, ഇപ്പോൾ ഓൺട്രപ്രണേഴ്സിന്റെ ഐഡിയാസും പ്രോജക്റ്റ് റിപ്പോർട്ടുകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അതിന് എത്രമാത്രം ഫീസിബിലിറ്റി ഉണ്ട്, അത് ആ പ്രൊഡക്റ്റ് എത്രമാത്രം പ്രോമിസിങ് ആണ് എന്നൊക്കെ നോക്കി നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ദ ക്യാപിറ്റൽ മേ കം ഫ്രം ഇൻഡിവിജ്വൽസ്, കോർപ്പറേഷൻസ്, പെൻഷൻ ഫണ്ട് ആൻഡ് സം അതർ സോഴ്സസ്. അങ്ങനെയുള്ള പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അവര് ആദ്യ കാലങ്ങളിലൊക്കെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ടേക്ക് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ഏർലി സ്റ്റേജസ് ഓഫ് ദ കമ്പനി. അതായത് ഡെവലപ്പിംഗ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ നല്ല ഹൈ ഗ്രോത്തിലൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ അവരവരുടെ ഹോൾഡിങ്സ് വിറ്റൊഴിവാക്കി ലാഭം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പുതിയ ആശയങ്ങളുമായി വരുന്ന പല പുതിയ ഇന്നോവേറ്റേഴ്സിനും അവരുടെ ഐഡിയാസ് ഉണ്ടാവും, പക്ഷേ സെക്യൂരിറ്റി ആയി കൊടുക്കാൻ അസറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടില്ല. പ്രോപ്പർ സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലോണുകൾ അധികം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രോമിസിങ് ഐഡിയാസിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നൽകുന്ന ചില ആളുകളാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇവരുടെ ഐഡിയയെ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ അതിന്റെ ഐഡിയയെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും പ്രോമിസിങ് ഐഡിയാസിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് കവർ ചെയ്യാൻ തന്നെ അവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. പിന്നീട് ആവശ്യമായി വരുന്ന സമയത്ത്, അതായത് ഓരോ സ്റ്റേജും കഴിയുന്നതിനനുസരിച്ച് റിക്വയർഡ് ക്യാപിറ്റൽ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഫണ്ട് കളക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ക്രൗഡ് ഫണ്ടിങ് ആണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇപ്പോൾ നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയും, അതേപോലെ ചെറിയ ചെറിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്യാം.
എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി എത്രയോ ആളുകളുടെ ലോകത്തിന്റെ ഏത് മൂലയിലുള്ള ആളുകളിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യും. ആ രീതിയിൽ നടത്തുന്ന ഫണ്ടിങ് ആണ് ക്രൗഡ് ഫണ്ടിങ്. അപ്പോൾ ഫണ്ട്സ് ആർ കളക്റ്റഡ് ഫ്രം ജനറൽ പബ്ലിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. കാരണം പർപ്പസ് ഒക്കെ അവർക്ക് കൃത്യമായി അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ പല രോഗികളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് നടത്താറുണ്ട്. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് ക്രൗഡ് ഫണ്ടിങ്ങും വേണമെങ്കിൽ ഒരു ഓൺട്രപ്രണറിന് സ്വീകരിക്കാം. ദെൻ 16ാമതായി വരുന്നത് ഡെഫേർഡ് ഇൻകം ആണ്. ഡെഫേർഡ് ഇൻകം മീൻസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റോ സർവീസോ നൽകാം എന്നുള്ളൊരു ഉറപ്പുണ്ടായിരിക്കും. ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയലിന് വേണ്ടി മുൻകൂട്ടി അവർ ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് തന്നിട്ടുണ്ടാവും. ആ പേയ്മെന്റായി കിട്ടിയ വരുമാനം അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡെഫേർഡ് ഇൻകം. അപ്പോൾ ഡെഫേർഡ് ഇൻകം നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ്, സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. പക്ഷെ അത് എങ്ങനെയായിരിക്കും? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്തിനു വേണ്ടി? നമ്മുടെ ഫാം ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും, സപ്ലൈ ഓഫ് സം ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ ഇൻ നിയർ ഫ്യൂച്ചർ. സപ്ലൈ ചെയ്യാം എന്നുള്ള ഉറപ്പിന് നമ്മൾക്ക് കിട്ടുന്ന ഒരു മുൻകൂട്ടി കിട്ടുന്ന ഇൻകമാണ് ഡെഫേർഡ് ഇൻകം. അതും നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ 16 സോഴ്സുകളിൽ ഏത് സോഴ്സ് വേണമെങ്കിൽ ഒരു ഓൺട്രപ്രണറിന് സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഒരു എസ്എ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 20 മാർക്കിനാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണുള്ളത് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 16 സോഴ്സുകളെ കുറിച്ച് നമ്മൾ എഴുതും. Next topic, factors determining the choice of sources of fund selection. നമ്മൾ ഏറ്റവും നല്ല സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യമായി പറയുന്നത് കോസ്റ്റ് ഫാക്ടർ തന്നെയാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യാം, ദെൻ മാക്സിമം പ്രോഫിറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ബിസിനസ്സുകാരുടെയും ലക്ഷ്യം. അപ്പോൾ ബിസിനസ്സിന് ഒട്ടും ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ്. അപ്പോൾ ആ ഫിനാൻസ് കളക്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ മെത്തേഡാകും അതാണ് മാനേജ്മെൻറ്റ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഈ കോസ്റ്റുകളെല്ലാം മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള, അത് റിസ്കിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ലോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ള സോഴ്സാണ് നമ്മൾ കളക്ട് ചെയ്യാം. ദെൻ രണ്ടാമതായി പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മുടെ എത്രമാത്രം ഇപ്പോൾ നമ്മുടെ ഇമേജ് ഓഫ് കമ്പനി നോക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം, പിന്നെ ആ സോഴ്സിൻ്റെ സ്റ്റെബിലിറ്റി. നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇപ്പോൾ 1 വർഷത്തേക്കാണ് നമ്മൾ ആ ഫണ്ട് ആവശ്യമുള്ളതെങ്കിൽ ഒരു ഷോർട്ട് ടേം ലോണായി എടുക്കുകയാണെന്ന് വിചാരിക്കുക. 6 മാസം കഴിയുന്നതിന് മുന്നേ അവർ തിരിച്ചടയ്ക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കത് അത്രയധികം സ്റ്റേബിളായ സോഴ്സാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സ്റ്റേബിളായ സോഴ്സിൽ നിന്ന് മാത്രമേ ഫണ്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ മൂന്നാമതായി വരുന്നത് ടൈം പീരിയഡാണ്. ഒരു ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഷോർട്ട് പീരിയഡിലേക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അതിന് സ്യൂട്ടായ മെത്തേഡുകൾ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു കൊമേഴ്സ്യൽ പേപ്പറുകളോ അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റോ അങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. എന്നാൽ ലോങ് പീരീഡിലേക്കാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ, ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ വാങ്ങിക്കാനാണ് നമ്മൾക്ക് പൈസ വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോങ് ടേം ലോണുകളോ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസിങ് സോഴ്സുകളോ സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾക്ക് എത്ര കാലത്തേക്കാണ് ആവശ്യം അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം സോഴ്സസ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യാൻ. ഡ്യൂറേഷൻ ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് ഫോം ഓഫ് ഓണർഷിപ്പാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അദ്ദേഹം തന്നെയുള്ളൂ, ആ ബിസിനസ് മാനേജ് ചെയ്യാനും റിസ്ക് ഏറ്റെടുക്കാനും എല്ലാം ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരാളോട് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെന്നോ റിലേറ്റീവ്സിൻ്റെന്നോ ഒക്കെ കിട്ടുന്ന പൈസ മതിയെങ്കിൽ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവും അദ്ദേഹത്തിന് നല്ലത്. എന്നാൽ
ഇതേ സമയം ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് പകരം നമ്മുടെ സ്ഥാപനം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണെന്ന് വിചാരിക്കാം. ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒന്നും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കേസുകളിൽ കമ്പനിക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ സെലക്ട് ചെയ്യുന്നതായിരിക്കും സോഴ്സ് ഓഫ് ഫണ്ടിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സോഴ്സ്. അപ്പോൾ ഓണർഷിപ്പ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് ശ്രദ്ധിക്കണം. ദെൻ റിസ്ക് ഫാക്ടേഴ്സാണ് നമ്മുടെ ബിസിനസ്സിൽ വരുന്നതും അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ടിലുള്ള റിസ്ക്. നമുക്ക് കൃത്യമായി ഉറപ്പ് പറയാൻ കഴിയുന്ന ഫണ്ടുകളിൽ നിന്ന് മാത്രമേ അതായത് സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് മാത്രമേ ഫണ്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ഉറപ്പുണ്ട്, ആ ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായ ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ വ്യക്തികളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അത് എത്രമാത്രം എങ്ങനെയുള്ള ഫണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിച്ച് വേണ്ടി വാങ്ങിക്കേണ്ടത്. അപ്പോൾ റിസ്ക് ഫാക്ടർ, ഏത് സോഴ്സാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞത്, ഏറ്റവും റിസ്ക് കൂടിയ സോഴ്സ് ഏതാണ്, അതെല്ലാം നോക്കി നമ്മൾക്ക് സ്യൂട്ടായ സോഴ്സ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അടുത്തതായി വരുന്നത് സിംപ്ലിസിറ്റി ആൻഡ് ഈസ്. ഏറ്റവും വേഗം നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്ത് ഫണ്ട് കയ്യിലെത്തുമ്പോഴേക്കും നമ്മുടെ ഐഡിയ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളെപ്പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. പല ഓൺട്രപ്രണേഴ്സും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നാൽ കൂടി അവർക്ക് ഈ ലീഗൽ പ്രൊസീഡിങ്സും ഫിനാൻസ് അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരുടെ സമയം പോയിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായി വളരെ വേഗം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്ന പ്രൊസീജിയേഴ്സുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മുടെ ഫിനാൻസ് മാനേജേഴ്സ് സെലക്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, റേസിംഗ് ഫിനാൻസിങ് ത്രൂ IPO and by issuing shares and debentures may involve more legal formalities and complexities as compared to other source of finance. അപ്പോൾ നമ്മൾ കമ്പനികൾക്കൊക്കെ ഷെയർസും ഡിബഞ്ചറും ആണ് സ്യൂട്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലാണെങ്കിലും ഷെയർ ഇഷ്യൂവിലാണെങ്കിലും ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായി വരും. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു കമ്പനി ഒന്നുമല്ല എങ്കിൽ അത്തരം മെത്തേഡുകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആയി കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പും നമ്മൾക്ക് ഏറ്റവും വളരെ വേഗം ഈസിയായി കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളുമൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 6 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് വേണം ഒരു ഓൺട്രപ്രണർ അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് തീരുമാനിക്കാൻ. ഇനി ഇന്ത്യയിൽ പുതിയ ഇക്കണോമിക് പോളിസി വന്നതിന് ശേഷം എപ്പോഴും നമ്മൾ പറയാണ്ട് LPG, അതായത് 1990s LPG പോളിസി വന്നതിന് ശേഷം എല്ലാ ബിസിനസ്സുകാരെയും പരമാവധി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൈസൻസിങ് സിസ്റ്റവും ഇൻവെസ്റ്റിംഗ് സിസ്റ്റവും ഒക്കെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് MSME, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള മിനിസ്ട്രി ഓഫ് MSME ആണ് ഇത്തരം ഓൺട്രപ്രണേഴ്സിനും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനുമൊക്കെ വേണ്ട ധനസഹായങ്ങൾക്കുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നമ്മളുടെ ക്യാപിറ്റലിസ്റ്റുകൾക്ക്, ഇപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്വയം സംരംഭകർക്ക് സ്യൂട്ടാകുന്ന രീതിയിൽ മിനിസ്ട്രി ഓഫ് MSME ഓഫർ ചെയ്ത പ്രോഗ്രാമാണ് PMEGP എന്ന് നമ്മൾ പറയും, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. അതേപോലെ തന്നെ മുദ്രാ യോജന, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന മുദ്രാ യോജന സ്കീം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്മോൾ എൻ്റർപ്രണേഴ്സിനെയും അതുപോലെ തന്നെ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളെയും സഹായിക്കാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് MSMEയിലൂടെയാണ് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള 2 സ്കീമുകളാണ്. ഒന്ന് PMEGP, നെക്സ്റ്റ് വൺ മുദ്രാ യോജന. PMEGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഈ PMEGP നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം. സ്മാൾ ഓൺട്രപ്രണേഴ്സ്, പാർട്ടിസാൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സ്വയം തൊഴിലുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ചെറിയ ചെറിയ ആശയങ്ങളുള്ള ഓൺട്രപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ റൂറൽ ഏരിയയിലുള്ള ആളുകളെയും എല്ലാം സഹായിക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് PMEGP. അതിൻ്റെ സെൻട്രൽ നോഡൽ ഏജൻസി ആയിട്ട്
KVIC, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോഡൽ ഏജൻസിയായി KVIC പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള സബ്സിഡിയറി യൂണിറ്റുകളിലൂടെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും സ്മാൾ എന്റർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 2 പ്രോഗ്രാമുകൾ കൂടി ചേർന്നതാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞൊരു സ്കീം ആദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രോഗ്രാംസ്, ആ 2 സ്കീമുകളും കൂടി ചേർന്നിട്ട് ഈ PMEGP എന്നുള്ള പ്രോഗ്രാമായി മാറിയതാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള യങ് എന്റർപ്രണേഴ്സിനും അതുപോലെ യൂത്ത് ആർട്ടിസാൻസിനും എല്ലാം അവർക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കളെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു scheme PMEGP. It also aims to provide continuous and sustainable employment opportunities. അപ്പോൾ ഒരു ബിസിനസ് സംരംഭകനെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ സംരംഭത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നത്തിന് പരിഹാരമായി ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയാണ് ഈ PMEGP-യിലൂടെ നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് KVIC, അതായത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് സെൻട്രൽ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലെവലിൽ KVICയുടെ ഡയറക്ടറേറ്റുകളും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സുകളും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളും കൂടി ചേർന്നാണ് ഈ പ്രോജക്റ്റ് കൺസൾട്ടേഷൻ ആണെങ്കിലും പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആണെങ്കിലും അതുപോലെ ഇവർക്ക് എത്ര രൂപ ഇങ്ങനെ ലോണായി പാസ്സാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. ആ ലോണ് നമ്മൾ നൽകുന്ന സമയത്ത് മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളാണെങ്കിൽ മാക്സിമം 25 ലക്ഷം വരെയുള്ള പ്രൊജക്റ്റുകളാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ സർവീസ് സെക്ടർ, അതായത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്റർപ്രൈസ് തുടങ്ങാൻ വേണ്ടിയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെയും നമ്മളെ പ്രൊജക്ട് കോസ്റ്റ് അനുവദിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് PMEGP-യിൽ പ്രോജക്റ്റ് അനുവദിച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടില്ല. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺസ് ആണെങ്കിൽ മാക്സിമം 25 lakh, സർവീസ് റെൻഡറിങ് കൺസേൺസ് ആണെങ്കിൽ മാക്സിമം 10 lakh. ഇനി ഇതിന്റെ എലിജിബിലിറ്റി, ഇങ്ങനെയുള്ള ഈ സ്കീമിന് കീഴിൽ നമ്മൾക്ക് PMEGP-യുടെ സ്കീമിന് പ്രൊജക്റ്റ് എലിജിബിൾ ആവണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്, അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് സീക്കിംഗ് എംപ്ലോയീസും ആവും. അവര് 18 years ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം, 18 or more, അതായത് മേജർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. പ്രൊഡക്ഷൻ ബേസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവർക്കും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹായിക്കാൻ വേണ്ടി 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കും ചാരിറ്റബിൾ ട്രസ്റ്റിനും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, സംഘങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന നിയമമാണ് 1860. അതിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘങ്ങൾക്കും ഈ സ്കീമിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ദെൻ പാസിംഗ് സ്റ്റാൻഡേർഡ് 8 ഈസ് റിക്വയർഡ് ഫോർ എ പ്രോജക്റ്റ്. നമ്മൾ സർവീസ് സെക്ടറിലാണെങ്കിൽ 5 ലക്ഷം രൂപ വരുന്ന പ്രൊജക്റ്റ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ 10 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് 8 പാസ് ചെയ്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഈ സ്കീമിന് കീഴിൽ അപ്രൂവലിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയാൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു സബ്സിഡി പ്രോഗ്രാമാണ്. ആ സബ്സിഡി അനുവദിച്ചു കൊടുക്കുന്നത് അപ്ലൈ ചെയ്യുന്ന ആള് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 25% ഓഫ് ദി പ്രൊജക്റ്റിനാണ് നമുക്ക് സബ്സിഡി കിട്ടുക. അതല്ല റൂറൽ ഏരിയയിലുള്ളവർക്കാണ് ആ റൂറൽ ഏരിയയിൽ കോസ്റ്റിന്റെ 25% ജനറൽ കാറ്റഗറിക്ക് കിട്ടും. ഇനി അർബൻ ഏരിയയിലാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റിന്റെ 15% സബ്സിഡി ആയി കിട്ടുന്നത്. ഇനി സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ റൂറൽ ഏരിയയിൽ അവർക്ക് 35% സബ്സിഡി കിട്ടും. അർബൻ ഏരിയ ആണെങ്കിൽ 25% സബ്സിഡി കിട്ടും. ഇതിനൊന്നും നമ്മൾക്ക് എന്ത് വേണ്ട, നോ കൊളാറ്ററൽ സെക്യൂരിറ്റി, പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റിയും കൊടുക്കണ്ട, തേർഡ് പാർട്ടിയുടെ ഗ്യാരണ്ടിയും വേണ്ട, ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക്
സ്വയം തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ PMEGP പദ്ധതി പ്രകാരം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. ഇനി അടുത്തൊരു സ്കീമാണ് മുദ്രാ യോജന. മുദ്രാ യോജന എന്ന് പറയുമ്പോൾ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. അതാണ് ഈ മുദ്ര എന്നുള്ള വാക്കിന്റെ എക്സ്പാൻഷൻ ആയി വരുന്നത്. അപ്പൊ മുദ്രാ യോജനയിൽ നമ്മൾ ചെയ്യുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, മൈക്രോ യൂണിറ്റ്സിന് വേണ്ടിയുള്ള റീഫിനാൻസിങ് ഫെസിലിറ്റി ആണ് ചെയ്തു കൊടുക്കുന്നത്. നേരിട്ടിട്ട് ലോൺ കൊടുക്കുന്നത് പോലെയല്ല, നമ്മൾ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൂടെ, ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള NBFCകളിലൂടെയും മറ്റ് സബ്സിഡിയറി ബാങ്കുകളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഈ ഫിനാൻസിങ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മുദ്രാ യോജനയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 ഗ്രൂപ്പാണ്. അതായത് ഓരോ പ്രൊജക്റ്റിനെയും ശിശു എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് കവറിങ് അപ് ടു 50,000, 50,000 രൂപ വരെയുള്ള ലോണുകളാണ് ആവശ്യമുള്ളതെങ്കിൽ അത് ശിശു എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ അടുത്ത സെക്ടർ അതായത് അടുത്ത ക്ലാസ് കിഷോർ ആണ്. കിഷോർ ഗ്രൂപ്പിൽ വരുന്നത് 50,000 to 5 lakh വരെയാണ്. 5 lakhന് കൂടുതലാണ് ലോൺ റിക്വയർമെന്റ്, 10 ലക്ഷം വരെയൊക്കെ ആണെങ്കിൽ അത് തരുൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ മുദ്രാ യോജനയിലെ 3 കാറ്റഗറി: ശിശു, കിഷോര, തരുൺ. അപ്പൊ നമ്മുടെ ലോൺ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെ ബേസ് ചെയ്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റിന്റെ ലിമിറ്റ് 50,000, രണ്ടാമത്തേത് 50,000 to 5 lakh, മൂന്നാമത്തെ ഗ്രൂപ്പ് തരുൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ സപ്പോർട്ട് 5 lakhനേക്കാൾ കൂടുതലും 10 ലക്ഷം വരെയുമാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ മുദ്ര ഡെലിവറി ചാനൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ റീഫിനാൻസിങ് ആണ്, മറ്റ് ബാങ്കുകളിലൂടെയൊക്കെയാണ് നൽകുന്നത്. അതേപോലെ തന്നെ അവര് കൃത്യമായി ഡെലിവറി ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ വികസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ബിസിനസ് സെക്ടറിലുള്ള ആളുകളുടെ അഭിപ്രായം. പലപ്പോഴും പലരിലേക്കും എത്തുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് മുദ്രാ യോജനയ്ക്ക് കീഴിൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും ഈ ഫെസിലിറ്റി അവൈലബിൾ ആക്കാം. കൃത്യമായി ഗുഡ് പ്രോഫിറ്റബിൾ ബിസിനസ് പ്ലാൻ ആയിരിക്കണം. നമുക്ക് കൃത്യമായ റിട്ടേൺ കിട്ടും എന്ന് ഉറപ്പുള്ള ബിസിനസ് പ്ലാൻ ആയിരിക്കണം. നോൺ ഫാമിംഗ് സെക്ടറിലായിരിക്കണം, കൃഷിക്കല്ല, നോൺ ഫാമിംഗ് സെക്ടർ, അതായത് മാനുഫാക്ചറിങ്ങോ സർവീസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെക്ടറിലായിരിക്കണം. അപ്പോൾ അതിൽ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഇപ്പോൾ നമ്മൾ ആ തരുൺ എന്നുള്ള കാറ്റഗറി പറഞ്ഞില്ലേ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. അപ്പോൾ ഈ 2 സ്കീമുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള യങ് എന്റർപ്രണേഴ്സിന് അവർക്ക് അവരുടെ പുതിയ പുതിയ സ്കീമുകൾ ഓർഗനൈസ് ചെയ്യാൻ ഫണ്ട് ഇല്ലെങ്കിൽ കൃത്യമായി ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയതാണ്, ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന സ്കീമുകളിലൂടെയാണ് നമ്മൾക്ക് ഈ അസിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ലെവലിൽ നമ്മൾ നോക്കിയിരുന്നത് മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ്. ഒരു ബിസിനസ്സിനും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെങ്കിലും എക്സ്പാൻഷൻ സ്റ്റേജിലാണെങ്കിലും ഫിനാൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 16 സോഴ്സുകൾ നമ്മൾ പഠിച്ചു. ആ ഏത് സോഴ്സിൽ നിന്നും, അത് ഏത് സ്കീമുകളിലൂടെ നമ്മൾക്ക് എവിടെ നിന്നാണോ അവൈലബിൾ ആകുന്നത് ആ യൂട്ടിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ ഇക്കോണമിയിലെ ഏതൊരു ഓൺട്രപ്രണർക്കും പുതിയൊരു സംരംഭം തുടങ്ങാൻ ഏറ്റവും ഫേവറബിൾ ആയ ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷെ നമ്മളുടെ പ്രോജക്റ്റ് അത്രയും പ്രോമിസിങ് പ്രോജക്റ്റ് ആയിരിക്കണം.